Praise the Lord and greetings to you all in the matchless name of Lord and Savior Jesus Christ. This is a day that the Lord has made and we will rejoice and be glad. ഞാൻ സ്നേഹിക്കുന്ന ഒരു സഭയാണ് ദൈവസന്നിധി പറഞ്ഞു. എങ്ങനറിയാം? നിങ്ങളാരും അറിയാതെ കഴിഞ്ഞ വർഷം ഞാനിവിടെ ഇടയ്ക്ക് വന്നിരുന്ന് ആരാധിച്ച് ആരോടും പറയാതെ പോയി. ബിക്കോസ് any day, any night in Dallas time, 9:30 p.m. on Saturday night, in Harvest TV, I watch this program. I know some of the people here, നിങ്ങളുടെ മുഖം കണ്ടാൽ എനിക്കറിയാം. Because I watch ആ വീഡിയോ എടുക്കുന്ന വളരെ ആ ഭിത്തിയിലെ ടൈൽസ് വരെ എനിക്കറിയാം. നിങ്ങൾ പാടുന്ന പാട്ട്, the man of God who is leading the praise and worship, I worship with you in Dallas. I'm telling you in the presence of the Almighty God. May God bless you. Pastor Mevergi, whom I know way back, if I'm not mistaken, I know him. I met him with Pastor Johnson Daniel in Houston, 89 or 90 during that time. From that time, I respect him, love him. He left his secular job and stepped out by faith for the kingdom and the propagation of the gospel of Jesus Christ. യോഹന്നാൻ ഇങ്ങനെ പറയുന്നു, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് അറിയുന്നതിനേക്കാൾ the greater joy, as a matter of fact, the greatest joy that I have is that my children walk in truth. എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷം എനിക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം പിതാവിൻ്റെ പിതാവ് ഏന്ത്യ സത്യമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് മക്കൾ പോകുന്നതാണ്. ഞാൻ ഒരു പാസ്റ്റർ മകനെ എനിക്ക് സാക്ഷ്യം പറയാൻ സമയമില്ല. സോ അനുഭവമൊക്കെ പിന്നെ ദൈവം എനിക്ക് അവസരം എന്ന് ഞാൻ പറയാം. ഒരു പിതാവ് കർത്താവിന് വേലക്കിറങ്ങിയുകൊണ്ട് വളരെ ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലൊക്കെ കർത്താവിന് വേണ്ടി ജീവിക്കേണ്ടിരുന്നു. പെന്തക്കോസ് വെറുത്തയാളാണ്. ഞാൻ കോളേജൊക്കെ പഠിക്കുമ്പോൾ ഐ ഓൾവേസ് സേ ഐ ബിലോങ് ടു മാർത്തമൈറ്റ്, എൻ്റെ അപ്പൻ്റെ കുടുംബക്കാരുടെ. പെന്തക്കോസ് വെറുത്തവനാണ്. ഐ ഹേറ്റഡ് ഈസ്. എൻ്റെ പിതാവ് പ്രാർത്ഥിക്കും, കർത്താവേ ഈ നാലെണ്ണത്തിൽ ഒരുത്തിനെയെങ്കിലും നിൻ്റെ പേരയ്ക്കാക്കണമെന്ന് എല്ലാ മാസവും 3 ദിവസം ഉപവാസം അപ്പച്ചമ്മ പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുങ്ങളാ നമ്മൾ പട്ടിണിയുണ്ട് ബുദ്ധിമുട്ട് പോയി ഇവർ പ്രാർത്ഥിക്കുമ്പോൾ വി പേ നോ വാല്യൂ ഫോർ ദാറ്റ്. അന്ന് എൻ്റെ പിതാവ് 4 മക്കളുണ്ട്. ഞങ്ങൾ 4 പേരും നിൽക്കുന്ന പ്രസ്ഥാനം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ റീജിയനുകളുടെയും സ്റ്റേറ്റുകളുടെയും പ്രസിഡൻ്റായിട്ടൊക്കെ ആക്കുവാൻ ദൈവം ഉയർത്തി. സ്ഥാനമല്ല പിതാവിൻ്റെ ആഗ്രഹം. ദൈവം തലമുറ നിവർത്തിക്കുമ്പോൾ ഒരു വൃക്ഷത്തിൻ്റെ എഫക്റ്റ് അറിയുന്നത് the way the shoot is coming up and bearing fruit. അത് പറഞ്ഞ് മുഖവര പറഞ്ഞ് തന്നിരുന്ന ദൈവം ആ ദൈവദാസനെ പാസ്റ്റർ സുനിൽ, I respect you not because of your age, the ministry God has given to you. I watch you. ഈ അടുത്ത ദിവസങ്ങൾ അദ്ദേഹം പ്രസംഗിച്ച് നിങ്ങളോട് പറയും, നിങ്ങളെത്ര പേര് പറയും എനിക്കറിയത്തില്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഈ അടുത്ത ദിവസങ്ങൾ പ്രസംഗിച്ചപ്പോൾ the purpose of Holy Spirit, propagation of the kingdom of God, അദ്ദേഹം എടുത്ത് പ്രസ്താവിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പാസ്റ്റർ, I respect you, I salute you, I commend you, I appreciate you for the fire that God has given in your heart. It is my blessing to you this morning. May God use you more powerfully in the coming days to lead this congregation, not only here, around the world, to propagate the kingdom of God. God bless you. ഇന്ന് രാവിലെ നമുക്ക് ധ്യാനത്തിനായി യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായത്തിലെ ചില ഭാഗങ്ങളാണ്. വായിച്ചൊന്നും ഞാൻ സമയം എടുക്കുന്നില്ല. അതിൻ്റെ 5-ാം വാക്യത്തിൽ വായിക്കും, even the morning came, രാവിലെ വന്നപ്പോൾ. 6-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, cast the net to the right side, നിന്റെ വല പടകിൻ്റെ വലതുഭാഗത്തേക്ക് എറിയുക. നമുക്കറിയാം ഈ വേദഭാഗം കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപേ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമാകുന്ന ഭാഗമാണ്. ഇന്ന് രാവിലെ ഈ ശിഷ്യന്മാരുടെ മനസ്സ് നമുക്കൊന്ന് റീഡ് ചെയ്യാം. ഈ രാവിലെയും ആരാധന ഇരിക്കുമ്പോൾ നീറുന്ന ഹൃദയങ്ങളുമായി, ഭാരങ്ങളുമായി, വേദനയുമായി ആരോടെൻ്റെ കാര്യമെന്ന് പറയും, ആരെന്നെ സഹായിക്കുമെന്നുള്ള വലിയ ചോദ്യവുമായി കടന്നു വന്ന ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ കാണുന്നു.
ഇതേ ഭാരവുമായി ശിഷ്യന്മാർ 3.5 വർഷം യേശുക്രിസ്തുവിനോട് കൂടെ നടന്നവർ. പത്രോസും അന്ത്രയോസും ഒക്കെ ഗലീല കടലിൽ മീൻപിടി casting net to the sea of Galilee, catching fish, selling and living out of it. ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം യേശു പത്രോസേ ഫോളോ മീ, ആൻഡ്രൂ ഫോളോ മീ, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ പടക് വിട്ടു, വല വിട്ടു, ആദായം വിട്ടു, വീട് വിട്ടു, നാട്ടുകാരെ വിട്ടു, കൂട്ടുകാരെ വിട്ടു, ഫ്രണ്ട്ഷിപ്പിനെ എല്ലാം വിട്ട് യേശുവിൻ്റെ പിന്നാലെ വന്നവർ. ഒറ്റ വാക്ക് കേട്ട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾക്കുള്ളതിനെ എല്ലാം വിട്ട് യേശുവിൻ്റെ വാക്കിൻ്റെ പിന്നാലെ വന്നവർ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഈ ശിഷ്യവൃന്ദം 3.5 വർഷം വിശന്നപ്പോൾ ആഹാരം കിട്ടി, രോഗിയായിരുന്നപ്പോൾ സൗഖ്യമായി, മരിച്ചവരെ ഉയർപ്പിച്ചു, നികുതി കൊടുക്കുവാൻ പണമില്ലാഞ്ഞപ്പോൾ ടാക്സ് കൊടുക്കുവാൻ ദൈവം പ്രൊവിഷൻ കൊടുത്തു. ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളാൽ നടത്തപ്പെട്ട ഈ ശിഷ്യന്മാർ 3.5 വർഷം പോയതിന് പക്ഷെ അറിഞ്ഞു കാണുകയില്ല. ഇപ്പോൾ ഇതാ നഷ്ടത്തോടുകൂടെ യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. യേശു ഞങ്ങളുടെ കൂടെയില്ല. യഹൂദന്മാരോടുള്ള ഭീതി മുഖാന്തരം പേടിച്ചുകൊണ്ട് ഭയപ്പെട്ട a group of people who were so scared, they were afraid of the Jews, they were afraid of their life. ജീവിതം നഷ്ടപ്പെടുമെന്നുള്ള ആ ഭീതിയിലായിരിക്കുന്ന ജനം. കൂടെയുണ്ടായിരുന്ന യേശുക്രിസ്തു ഇപ്പോൾ ഇല്ല. നഷ്ടബോധം, ഭീതി അവരെ ഭരിക്കുന്നു. എങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കും, ഞങ്ങളെങ്ങനെ ജീവിക്കും? ജീവിത ഭാരത്താൽ വലയുന്ന ശിഷ്യന്മാർ. യേശുക്രിസ്തുവിനോട് കൂടി ആയിരുന്നപ്പോൾ എല്ലാം ഉണ്ടായിരുന്നവർ, സമൃദ്ധിയിലും സന്തോഷത്തിലും ജീവിച്ചവർ നഷ്ടബോധത്തിൽ. ഇപ്പോൾ ശിഷ്യന്മാർ ആര് ഞങ്ങളെ സഹായിക്കും, ആര് ഞങ്ങൾക്ക് വേണ്ടി കരുതുമെന്നുള്ള വലിയ ചോദ്യമായി ഈ ശിഷ്യന്മാർ നിൽക്കുമ്പോൾ യേശു നഷ്ടപ്പെട്ടു പോയപ്പോൾ ഈ രാവിലെ ഓർക്കുക, കർത്താവ് നിന്നെ കാണുന്നു. നീ പോകുന്ന അവസ്ഥയിൽ, നിന്റെ ഭാരത്തിൽ, നിന്റെ രോഗത്തിൽ, നിന്റെ നഷ്ടത്തിൽ നീ ഒറ്റയ്ക്കല്ല. നീയും ഞാനും കാണുന്നില്ലെങ്കിലും കടൽക്കരയിൽ യേശു നിൽക്കുന്നുണ്ട്. തിബരിയാസ് കടൽക്കരയിൽ രാവിലെ പ്രഭാതത്തിൽ ഇവരെ കാണുന്നൊരു യേശു. ഇന്ന് രാവിലെ സഹോദര സഹോദരി, മൈ ഡിയർ യങ് ഫ്രണ്ട്സ്, ഡു യു നോ ജീസസ് ഈസ് സീയിങ് യു? No matter what problem you're going through this morning, no matter how hard your problem is this morning, no matter nobody sees you, no matter Pastor Varghese sees you, his children never see you, but there is a God who knows you. ഇന്ന് രാവിലെ എന്നെ കാണുന്നൊരു കർത്താവുണ്ട്, എന്നെ അറിയുന്നൊരു യേശുവുണ്ട്. എത്ര പേർക്ക് രാവിലെ വിശ്വാസമുണ്ട്? അങ്ങനെയെങ്കിൽ ചോദ്യമായി വന്ന ജീവിതങ്ങൾ ഈ ആരാധന തീരുന്നതിന് മുമ്പേ ഉത്തരമായി പോകും. എത്ര പേർ ഇന്ന് രാവിലെ വിശ്വസിക്കുന്നുണ്ട്? ആ കരങ്ങൾ ദൈവം ഒന്ന് കാണട്ടെ. വിശ്വസിക്കുന്ന വ്യാപരിക്കുന്ന ദൈവശക്തി ഈ രാവിലെ കരങ്ങൾ വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ അത്ഭുത കരം ഇന്ന് രാവിലെ ഈ കരങ്ങളിൽ വ്യാപരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു പോയി കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ 7 പേരുടെ പേരവിടെയുണ്ട്. 11 പേരാകെ ഇപ്പോഴുണ്ട്. അതിൽ 7 പേര്, മെജോറിറ്റി ഫിഷർമെൻ, ദേ വെന്റ് ബാക്ക് ഫോർ ഫിഷിംഗ്. പഴയ പണിക്ക് ഒരു യേശുക്രിസ്തു പോയി, ഇപ്പം ഇല്ല. ഇനി പഴയ പണിക്ക് പോകാം. വൺ വേ നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ പിന്മാറ്റക്കാരായി മാറി. കർത്താവിനെ വിട്ടിട്ട് പഴയ പണിക്ക് പോകുന്ന ശിഷ്യന്മാർ. ഈ രാവിലെ ഓർക്കണേ, കലപ്പയ്ക്ക് കൈവച്ചിട്ട് പോയാൽ ശരിയാകത്തില്ല. കർത്താവിനെ വിട്ട് ഒരു ദൂരെ പോയപ്പോഴും പുറകെ പോകുന്നൊരു ദൈവസ്നേഹം. ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്ന ആർക്കും പറയാൻ കഴിയുകയില്ല എൻ്റെ മിടുക്കൊണ്ടാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. നമ്മൾ പോയപ്പോഴും വിട്ടുപോയപ്പോഴും പുറകെ വരുന്നൊരു ദൈവസ്നേഹം. എത്ര പേർക്ക് ഇന്ന് രാവിലെ മനസ്സിലായി ഞാൻ ഇവിടെ ആയിരിക്കുക എൻ്റെ കഴിവുകൾ, നോട്ട് ബിക്കോസ് ഓഫ് മൈ മൈറ്റ്, നോട്ട് ബിക്കോസ് ഓഫ് മൈ എബിലിറ്റി, ബിക്കോസ് ഓഫ് ദ ലവ് ദാറ്റ് ഗാഡ് ഹാസ് ഷോൺ ഇൻ മൈ ലൈഫ്. കർത്താവിനോട് കാണിച്ച സ്നേഹമാണ്. പത്രോസേ, പഴയ പണിക്ക് പോയാലും നിന്നെ കാണുന്നൊരു ദൈവമുണ്ട്. യേശുക്രിസ്തു കടൽക്കരയിൽ വന്ന് നിൽക്കുകയാണ്. ഈ ശിഷ്യന്മാർ ചോദ്യവുമായി, ഭാരവുമായി, വേദനയുമായി പഴയ പണിക്ക് പോയപ്പോൾ കർത്താവ് അവരെ വിടുന്നില്ല. പ്രഭാതത്തിൽ യേശു അവിടെ നിന്ന്. വേഗത്തിൽ ഞാൻ മുന്നോട്ട് പോകട്ടെ.
യേശുക്രിസ്തു കടൽക്കരയിൽ നിന്ന് ടൈബീരിയസ് സീയുടെ സൈഡിൽ നിന്ന് ഈ ശിഷ്യന്മാരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ രാത്രിയിൽ യേശുവിനോട് പറയുന്ന കോൺവെർസേഷൻ ബിറ്റ്വീൻ ജീസസ് ആൻഡ് ദ ഡിസൈപ്പിൾസ്, ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദം. യേശു അവരോട് ചോദിക്കുന്നുണ്ട്. ഞാനായിരുന്നു ചോദിച്ച പത്രോസെ, പഴയ പണിക്ക് പോയപ്പോൾ ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന പ്രസ്ഥാനത്തിൽ ഒരു പാസ്റ്റർ പോയാൽ എൻ്റെ റെസ്പോൺസ് ആയിരിക്കും, പിന്മാറ്റക്കാരാ, സൗകര്യം പോലെ പോകുന്നവനെ, അവസരവാദിയ പത്രോസേ, നീ പോയില്ലയോ, നിന്റെ പണിക്ക് നീ പോകുക എന്നൊരു പക്ഷെ പറയുമായിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം അതല്ല. കർത്താവിൻ്റെ സ്നേഹം പിന്നാലെ വന്ന് വിളിക്കുന്നു, ചിൽഡ്രൻ, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? അവരുടെ മറുപടി ശ്രദ്ധിക്കുക. കർത്താവേ, രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു. We toiled all night. We worked very hard all night. ഈ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ച കർത്താവേ, എങ്കിലും അധ്വാനിച്ചെങ്കിലും ഞങ്ങൾ വളരെ അധ്വാനിച്ചെങ്കിലും, ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടെങ്കിലും, ഈ ഗലീല കടലിൻ്റെ എല്ലാ കോർണറിലും ഞങ്ങൾ നെറ്റിട്ടു എങ്കിലും, വല വീശിയെങ്കിലും ഞങ്ങൾക്ക് ഒന്നും ലഭിച്ചില്ല. ആരാണ് ഈ പറയുന്നത് അറിയാമോ? ഗലീല കടലിൽ നന്നായി അറിയാവുന്ന കൊമേഴ്ഷ്യൽ ഫിഷർമെൻ ആയിരുന്നു ഇവർ. പ്രൊഫഷണൽ ഫിഷർമെൻ ആയിരുന്നു. നന്നായി യഹൂദ ഈ ഗലീല കടലിനെ അറിയാവുന്നവർ. അതിൻ്റെ ടൈഡ്, അതിൻ്റെ വേവ്, അതിൻ്റെ സീസൺ, ഫിഷ് എവിടെ കിട്ടും എന്നൊക്കെ നന്നായി അറിയാവുന്ന ഈ ശിഷ്യന്മാർ. ഗലീല കടൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയ മഹാസമുദ്രമൊന്നുമല്ല. ഞാൻ പോയിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട് ആ കടലിൽ. ആ ഗലീല കടൽ വലിയ ലേക്കിൻ്റെ വലിപ്പം മാത്രമേ ഉള്ളൂ. രാത്രി മുഴുവനും അധ്വാനിച്ചെങ്കിൽ ആ ഗലീല കടലിൻ്റെ എല്ലാ ഭാഗത്തും ഇവർ നെറ്റിട്ട് കാണും. എന്നാലും കഴിവുണ്ടായിരുന്നിട്ടും, പ്രൊഫഷൻ ഉണ്ടായിരുന്നിട്ടും, കൊമേഴ്ഷ്യൽ ഫിഷർമെൻ ആയിരുന്നിട്ടും, രാത്രി മുഴുവനും ആ ഗലീല കടലിൽ വലയിട്ടിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിനാൽ ആത്മീക ദൂത് ഞാൻ ഈ സഭയോട് അറിയിക്കട്ടെ. എത്ര കഴിവുണ്ടെങ്കിലും, എത്ര പണമുണ്ടെങ്കിലും, എത്ര ട്രേഡ് ഉണ്ടെങ്കിലും, എത്ര പ്രൊഫഷൻ ഉണ്ടെങ്കിലും, കർത്താവ് നിന്റെയും എൻ്റെയും കൂടെ ഇല്ലെങ്കിൽ we are zero. പൂജ്യം മാത്രമാണ്. കഴിവുകൾ അസ്തമിക്കും. നമ്മുടെ പ്രൊഫഷന് പരിധിയുണ്ട്. നമ്മുടെ ജീവിതത്തിലെ കഴിവുകൾക്കും പൊട്ടൻഷ്യൽസിനും റീസോഴ്സിനും പരിധികളുണ്ട്. ഇന്ന് രാവിലെ ഓർക്കുക, മടങ്ങി വരുവാനുള്ള ദൂത് പരിശുദ്ധാത്മാവ് ജീവിതങ്ങളോട് ഈ പകൽ വിവേചിക്കുന്നു. കർത്താവില്ലാതെ പോകുന്ന വഴിയിൽ ഈ പകൽ മടങ്ങി വരിക. Come back today, this morning. Make sure you take a detour. Come back, make a U-turn and come back to Jesus this morning. ഇന്ന് രാവിലെ യേശു ഇല്ലാത്ത ജീവിതവുമായി, യേശുവിനെ കളഞ്ഞുപോയ ജീവിതവുമായുള്ള ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് വിവേചിക്കുന്നു. കടന്നു വരിക, മടങ്ങി വരിക. ഈ വേഗത്തിൽ മുന്നോട്ട് ഞാൻ പോകട്ടെ. പത്രോസ് ശിഷ്യന്മാരും രാത്രി മുഴുവനും അധ്വാനിച്ചു, എങ്കിലും ഒന്നും പിടിച്ചില്ല. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, കർത്താവേ, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലെന്ന് അവർ പറഞ്ഞു. ഞാനായിരുന്നെങ്കിൽ നമ്മുടെ ഗമയോ അഹങ്കാരം കൊണ്ടൊക്കെ സമ്മതിക്കത്തില്ല. ഇന്ന് രാവിലെ കർത്താവ് ആഗ്രഹിക്കുന്നത് സമ്മതിക്കുന്നൊരു ജീവിതത്തെ കാണുന്ന യേശു ചോദിക്കുന്നത്. കർത്താവിനെ അറിയാമായിരുന്നു അവരുടെ കയ്യിൽ ഒന്നുമില്ലെന്ന്. യേശുവിനറിയാം they had nothing. They toiled. ആ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും അവരുടെ കയ്യിൽ ഒന്നുമില്ലെന്ന് യേശുവിന്. പ്രിയ കുഞ്ഞെ, നീ ബ്രോക്കാണെന്ന് കർത്താവിനറിയാം. നിന്റെ ആവശ്യങ്ങൾ ഇനോർമസ് ആയിട്ട് ഒരുപാടുണ്ടായിരുന്നിട്ടും നിന്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് കർത്താവ് കാണുന്നു. പ്രിയമാതാവേ, നീ രോഗിയാണെന്ന് യേശു കാണുന്നു. പ്രിയ പിതാവേ, നിന്റെ റീസോഴ്സ് ലിമിറ്റഡ് ആണെന്ന് കർത്താവ് അറിയുന്നു. ഈ രാവിലെ നമുക്ക് ദൈവത്തോട് പറയാം. കർത്താവ് നമ്മോട് ചോദിക്കുന്നു. ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, എന്താണ് കർത്താവ് ഈ ചോദ്യം ചോദിക്കുന്നത്? എന്തുകൊണ്ടാണ് യേശു അവരോട് ചോദിക്കുന്നത് കൂട്ടുവാൻ വല്ലതുമുണ്ടോ? കർത്താവിന് അറിയാൻ ചോദിച്ചാണോ? നോ. നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടെന്നും എന്തില്ലെന്നും കർത്താവിന്. ഈ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് എന്നെ ഓർപ്പിച്ചൊരു ഭാഗമുണ്ട്. ആരും എന്നെ തെറ്റിദ്ധരിക്കുക, എൻ്റെ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്യാൻ പോകുകയാണ്.
പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. ദൈവം എൻ്റെ ഇൻറ്റൻഷൻ അറിയുന്നു. ഐ ഡോണ്ട് വാണ്ട് ടു പോർട്രേ മൈസെൽഫ്. കർത്താവാണ് എന്നിൽ ഉയരേണ്ടത്. എൻ്റെ അനുഭവം ഞാൻ ഷെയർ ചെയ്യട്ടെ. 2021 അമേരിക്കയിൽ ഞാൻ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് വെരി ഡീസൻറ്റ് ജോബ്. ഐ നോ പീപ്പിൾ വാച്ചിങ് മീ ദെയർ. വളരെ ഉന്നതമായ ജോലിയാണ് ഞാൻ ചെയ്തുകൊണ്ട്. ഹോസ്പിറ്റലിൽ CEO ആയി അവിടുത്തെ ദൈവം എന്നെ ഉയർത്തി ഒന്നുമില്ലാത്തതെന്ന്. അങ്ങനെ ഞാൻ ജോലി ചെയ്യുമ്പോൾ നല്ല ശമ്പളവും ഐ മേഡ് എ ലോട്ട് ഓഫ് മണി. ആ പണമെല്ലാം ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടുതൽ പണം കിട്ടാനായിട്ട് കിട്ടി. എൻ്റെ ഭാര്യ അന്നേ പറഞ്ഞ് നിങ്ങൾ ഈ പണിയൊന്നും കാണിക്കരുത്, ഉള്ള പോകും. അതുകൊണ്ട് ഈ ഒരു കാര്യം ഞാൻ പറയാം, സഹോദരിമാർക്ക് സഹോദരന്മാരെക്കാളും ചില കാര്യങ്ങൾ കൂർമ്മ ബുദ്ധിയുണ്ട്. ഞങ്ങൾ ആണുങ്ങൾ സമ്മതിച്ചു തരത്തില്ല, പക്ഷേ യാഥാർത്ഥ്യമാണ്. ഞാൻ വിവാഹ ശുശ്രൂഷ പ്രസംഗിക്കാറ്. പോട്ടെ, മിക്ക She told me not to invest there. If you do, you lose your money. Exactly, that's what happened. Stock market ഇടിഞ്ഞു പോയി, പണമെല്ലാം പോയി. I lost all the money. ദൈവത്തിന് മഹത്വം പോയതുകൊണ്ട് I lost all the. That's one of the reasons I came to full-time ministry. അതുകൊണ്ട് ആ പണമെല്ലാം പോയി. അങ്ങനെ ഭാര്യയുടെ പണം പോയ വിഷമം ഇതെല്ലാമായിരിക്കുമ്പോൾ എൻ്റെ ഒരു ദിവസം രാവിലെ എൻ്റെ ഒരു സ്നേഹിതൻ എന്നെ വിളിച്ചു. പാസ്റ്റർ എം എ വർഗീസിന് അദ്ദേഹത്തെ അറിയാം. ICPFൽ ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന മോൺസി വിളിച്ചു. സാമച്ച എവിടെയാണ്? ഞാൻ പറഞ്ഞു ഗോയിങ് ടു വർക്ക്. വരാമോ? ഞങ്ങൾ ഉപവാസം ഇരിക്കുകയാണ്. 10 മിനിറ്റ് എൻ്റെ അടുത്ത് മുട്ടുമടക്കാൻ. ഞാൻ കാറ് U-turn എടുത്ത് ഞാൻ അവിടെ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു ദൈവദാസൻ. ഒരിക്കലും അദ്ദേഹത്തെ എനിക്കും അറിയില്ല. ഞാനിവിടെ ഇത് മുട്ടുമടക്കുമ്പോൾ നേരെ ദൂത്. അതിനുശേഷം യഹോവ അബ്രഹാമിനെ പരീക്ഷിച്ചെന്നാൽ അതിന് മുമ്പുള്ള കാര്യങ്ങൾ ഞാൻ പറയട്ടെ. അങ്ങനെ ബ്ലോക്കായിരിക്കുന്ന സമയത്ത് നോർത്ത് ഇന്ത്യയിൽ ദൈവദാസൻ വന്നു. പരിശുദ്ധാത്മാവിനോട് $1000 കൊടുക്കുക. എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. പേച്ചക്ക് ടു പേച്ചക്ക് ജീവിക്കുന്ന ആ സമയം കർത്താവിനെ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റായി ഞാൻ കണക്കാക്കുന്ന ഒരു ദൈവത്തിൻ്റെ മകനാണ്. കൊടുക്കണമെന്ന് ആഗ്രഹമാണ്. ഞാൻ കർത്താവിൻ്റെ പൈസയില്ല. പിന്നെയും ഈ ദൈവദാസം കൊടുക്കുവാൻ അന്ന് $1000 വാസ് എ ലോട്ട് ഓഫ് മണി. വീണ്ടും ദൈവാത്മാവിനോട് പറഞ്ഞു, ഞാൻ കർത്താവ് ഞാൻ കൊടുക്കാൻ എൻ്റെ പൈസയില്ല. ഭാര്യയോട് പറഞ്ഞു, പുള്ളിക്കാർ പറഞ്ഞു പേയ്മെൻറ്റ് കൊടുക്കാനില്ല. പിന്നെ ഇപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചു. ഷീ ഗിവ്സ് മോർ ദാൻ ഐ ഡു. ഐ എം ഹാപ്പി ടു സേ. ഇങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ദൈവാത്മാവിനെ ഏൽപ്പിക്കുന്നു. ഞാൻ ദൈവത്തെ അനുസരിക്കണോ, കടം വാങ്ങിക്കാൻ നമ്മുടെ പണമുള്ള ആളെന്നുള്ള രീതിയിൽ അന്തസ്സ് അനുവദിക്കുന്നില്ല. അന്ന് പകൽ സഹോദരന്മാർ ദൈവസേനയിൽ ഒരു വാക്കും അധികമില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, ബാങ്ക് ഓഫ് അമേരിക്ക ക്രെഡിറ്റ് കാർഡ് ബാങ്കുകാർ തന്നു. നമ്മളെ നന്നാക്കാനുള്ള 24% പലിശ വാങ്ങിക്കാൻ വേണ്ടിയാണ്. എന്തായാലും ആ ഒരു ചെക്ക് ഞാൻ എൻ്റെ അക്കൗണ്ടിലിട്ടിട്ട് എൻ്റെ ഒരു ചെക്ക് ദൈവദാസന് $1000 എൻ്റെ തലേന്ന് ഞാൻ കൊടുത്തു. ദൈവാത്മാവി ദൈവാസനോട് അതിനുശേഷം അബ്രഹാമിനെ പരീക്ഷിച്ചെന്നാൽ, മകനെ കഴിഞ്ഞ ദിവസം നിന്നെ ഞാൻ പരീക്ഷിച്ചു. നിൻ്റെ സാമ്പത്തിക വിശ്വസ്തത ഞാൻ പരീക്ഷിച്ചു. പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. നീ അതിൽ വിജയിച്ചു. സഹോദര സഹോദരി, നീ ബ്രോക്കായിരിക്കുമ്പോഴും നിൻ്റെ കയ്യിലൊന്നുമില്ലാത്തപ്പോഴും കർത്താവിനറിയാം നിൻ്റെ കയ്യിലൊന്നുമില്ലെന്ന്. അപ്പോൾ ദൈവം നിന്നെ പരീക്ഷിക്കും. രാവിലെ എത്ര പേർക്ക് സന്തോഷമുണ്ട്, കർത്താവേ എന്നെ പരീക്ഷിക്കണമേ, കർത്താവേ എന്നെ പണിയണമേ, കർത്താവേ എന്നെ ഒരുക്കണമേ. ഇന്ന് രാവിലെ നാം പാടിയ പാട്ട്, ഓ കർത്താവേ എന്നെ പണിയണമേ, അശുദ്ധിയെല്ലാം ഒന്ന് മാറട്ടെ കർത്താവേ, ഞാൻ തിളങ്ങുന്നൊരു മുത്തായി തീരുവാൻ ദൈവം നമ്മെ പരീക്ഷിക്കും. കർത്താവ് നമ്മെ പരീക്ഷിക്കുമ്പോൾ ഇല്ലെന്ന് പറയാതെ യെസ് ലോർഡ് ഐ എം റെഡി എന്ന് പറയാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ദൈവദാസൻ വേറെ എനിക്ക് സമയമില്ല ദൂത് പറഞ്ഞു, ഐ വിൽ മേക്ക് യു മില്ലിനിയർ. അന്ന് പറഞ്ഞ ദൂതാ. ദൈവനാമഹത്വത്തിന് പറയട്ടെ, 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ ദൈവം അത് എനിക്ക് ചെയ്തു തന്നു. മഹത്വം എല്ലാം അർക്കപ്പെട്ട കുഞ്ഞാണ്ട് മാത്രം ഞാൻ ഇന്ന് രാവിലെ കൊടുക്കട്ടെ. നീ തകരുമ്പോഴും നീ ക്ഷീണിക്കുമ്പോഴും നിൻ്റെ കയ്യിൽ ഒന്നുമില്ലാതിരിക്കുമ്പോഴും നിന്നെ കാണുന്ന കർത്താവ് നിന്നോട് ചോദിക്കും, എനിക്ക് വേണ്ടി തരുവാൻ നിൻ്റെ കയ്യിൽ എന്തുണ്ട്? ഇന്ന് രാവിലെ ആ പാത്രത്തിലേക്ക്, ആ സ്തോത്ര കാഴ്ച പാത്രത്തിലേക്ക് എന്നെ നിങ്ങളെയും എറിയുവാൻ എത്ര പേർ താല്പര്യപ്പെടുന്നുണ്ട്? ആ കരങ്ങൾ ദൈവം ഒന്ന് കാണട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം നിങ്ങളുടെ മേൽ വീഴുവാൻ
ദൈവകരങ്ങൾ നമ്മെ ഏൽപ്പിക്കാം. Let me come back to my point. യേശു അവരോട് ചോദിക്കുന്നു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? പത്രോസ് ചോദിച്ചില്ല, കർത്താവേ എൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് പത്രോസ് പറഞ്ഞില്ല. യെസ് ലോർഡ്, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലെന്നാണ് പത്രോസ് പറഞ്ഞു. ഉണ്ടെന്നല്ല പറഞ്ഞു, ഇല്ലെന്ന് പത്രോസ് പറഞ്ഞു. യേശു അന്ന് അവരോട് പറയുന്നു, പത്രോസ്, നീ ആരാണെന്ന് നീ എന്നോട് സമ്മതിച്ചത് കൊണ്ട്, നിന്റെ കയ്യിൽ ഒന്നുമില്ലാത്തത് കൊണ്ട്, നീ തകർന്നിരിക്കുമ്പോഴും, നീ ഭീതിയിലിരിക്കുമ്പോഴും, നഷ്ടത്തിലിരിക്കുമ്പോഴും, ആങ്സൈറ്റിയിലിരിക്കുമ്പോഴും, ഫിയറിലിരിക്കുമ്പോഴും, ലോസിലിരിക്കുമ്പോഴും, നിന്റെ പ്രശ്നം അവിടെ ഇരിക്കുമ്പോഴും എൻ്റെ കൂടെ പറവാ നീ സമ്മതിച്ചത് കൊണ്ട് ആ വലത്തേക്ക് വീശുക. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുവാൻ സഹോദരി നീ തയ്യാറാണോ? സഹോദര നീ തയ്യാറാണോ? നീ ആരായാലും, നിന്റെ അവസ്ഥ എന്തായാലും അറിയുന്ന ദൈവം ഈ രാവിലെ ചോദിക്കുന്നു, ആർ യു റെഡി ടു ഒബേ മീ? എന്നെ അനുസരിക്കുവാൻ നീ തയ്യാറാണോ? യേശു പറയുന്നു, പത്രോസേ വലതുവശത്തേക്ക് വീശുക. നാഥാവ്, ഈ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാൻ, ഇനി എവിടുന്നാ വരുന്നത്? ഈ രാവിലെ ഒരു ദൂത് ഞാൻ പറയട്ടെ, നിന്റെ അത്ഭുതം നിന്റെ സമീപയുണ്ട്, നിന്റെ വിടുതൽ ഈ ആരാധനയിലുണ്ട്. ഈ ആരാധനയിൽ വിടുതലുണ്ട്. ഉത്തരവുമായി യേശു ഈ ആരാധനയിൽ കടന്നു വന്നിട്ടുണ്ട്. സന്തോഷമുള്ളവർ അധരങ്ങളെ തുറന്ന് കരങ്ങളെ അടിച്ച് ആ വിടുതൽ ഏറ്റെടുക്കാം. ഈ രാവിലെ ആ വിടുതലിന്റെ ശക്തി, പുനരുദ്ധാനത്തിന്റെ ശക്തി, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവിന്റെ ശക്തി ഈ ആരാധന വ്യാപരിക്കുന്നു. ശക്തിയോടുകൂടെ ഇന്ന് രാവിലെ വിടുതൽ നമുക്ക് ഏറ്റെടുക്കാം. ഇവിടെ അത്ഭുതമുണ്ട്. ഈ ആരാധനയിൽ വിടുതലുണ്ട്. വലതുവശത്ത് വീശുക. പടകിന്റെ വലതുവശത്ത് അത്ഭുതം മറഞ്ഞിരിക്കുന്നു, വിടുതൽ മറഞ്ഞിരിക്കുന്നു. ഇന്ന് രാവിലെ ശക്തിയോടുകൂടെ ആരാധിക്കുന്ന ഹൃദയങ്ങളിൽ ആ വിടുതൽ നടക്കുകയാണ്. ഇപ്പോൾ തന്നെ വിടുതൽ വ്യാപരിക. അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുക്കാം. പ്രസംഗിച്ചില്ലെങ്കിലും ആത്മശക്തി ഇവിടെ വ്യാപരിക്കട്ടെ. വിടുതൽ ഈ ആരാധന വ്യാപരിക്കട്ടെ. അത്ഭുതങ്ങൾ ഈ ആരാധന നടക്കട്ടെ. ഓ ഹല്ലേലൂയ! ശക്തിയോടുകൂടി ദൈവത്തെ മഹത്വം കൊടുക്കാം. വിടുതൽ ആഗ്രഹിക്കുന്നവർ ഇന്ന് രാവിലെ യേശുവിന്റെ കരം എന്റെ മേൽ വീഴണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ശക്തിയോടെ ദൈവത്തെ മഹത്വം കൊടുക്കാം. വിടുതൽ ഇവിടെ വ്യാപരിക്കട്ടെ. അത്ഭുതത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ കൃപ ഇവിടെ വ്യാപരിക്കട്ടെ. അടുത്തിരിക്കുന്ന ആരാധിച്ചില്ലെങ്കിലും ആ ആത്മശക്തി ഈ ആരാധന വ്യാപരിക്കട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസും ശിഷ്യന്മാരും പറയും, യേശുവേ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. പടകിൻ്റെ വലതേക്ക് വീശുവാൻ പറഞ്ഞപ്പോൾ അതനുസരിച്ച് നിരാവിലെ കർത്താവ് നിങ്ങളോട് പറഞ്ഞനുസരിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പ്രസംഗിക്കുന്ന എന്നോട് കർത്താവ് പറയുന്നത് കേൾക്കുവാൻ ഞാൻ വില്ലിങ്ങാണ്. ഓ കർത്താവേ, അഗ്നിയിൽ കത്തട്ടെ, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാനൊരു മുത്താകട്ടെ. ഇന്നലെ മുത്താകണമെങ്കിൽ തീയിൽ കൂടെ പോകണം. അശുദ്ധി മാറണം. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് രാവിലെ കർത്താവ് അയക്കുന്ന അഗ്നി. കർത്താവിൻ്റെ ദാസൻ ഇന്ന് രാവിലെ ഓർപ്പിച്ചു, സ്കാനിങ് കഴിഞ്ഞപ്പോൾ there is nothing of cancerous cells in that body. ഒരു കത്തലി കൂടെ പോയെങ്കിലേ ഒരു മുത്താകുകയുള്ളൂ. ഇന്ന് രാവിലെ ആ കരങ്ങളൊന്ന് ഉയർത്താം. കർത്താവേ, എന്നെ പണിയണമേ, എന്നെ പണി കർത്താവേ, എന്നെ ഒരുക്ക് കർത്താവേ. ഇന്ന് രാവിലെ അത്ഭുതം ഇവിടെയുണ്ട്. ആർക്ക് വേണം? വാക്ക് കേൾക്കുന്നവനെ ഒക്കത്തുള്ളൂ. ആരാധനയ്ക്ക് വന്നിരുന്നിട്ട് ആരെയും ബോധിപ്പിക്കാൻ വന്നിരുന്നിട്ട് പോയാൽ ആ വിടുതൽ നടക്കുകയില്ല. ഇന്ന് രാവിലെ യേശു പറയുന്നു, വീശുക വലതുവശത്തേക്ക്. പത്രോസിന് ന്യായം പറവാനുണ്ട്, ശിഷ്യന്മാർക്ക് ന്യായം പറവാനുണ്ട്. ഇനി എന്നാ നോക്കാനാ? ഇനി എവിടെ വലയിടാനാണ്? ഇവിടെ ഞങ്ങൾ വലയിട്ടാണ് കർത്താവേ. എങ്കിലും നിന്റെ വാക്കിന് ഈ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. വി ആർ സീറോ. എന്ന് രാവിലെ ഞങ്ങൾ പൂജ്യമാണ്. ഞങ്ങൾ ഒന്നുമില്ലെങ്കിലും, സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെയാണെങ്കിലും,
ഞങ്ങൾ അധ്വാനിച്ച യാഥാർത്ഥ്യമാണെങ്കിലും കർത്താവേ, നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. വലയിടുകയും 153 പെരുത്ത മീൻ കൂട്ടം. നിങ്ങൾ നോക്കണേ, ഈ വേറെ ചെറിയ പടകുകളും അവിടെ ഉണ്ടായിരുന്നു. ഈ പത്രോസിൻ്റെയും അന്ത്രയോസിൻ്റെയും കൂടെ പണ്ട് മീൻ പിടിച്ച മറ്റു കൂട്ടുകാരൊക്കെ ആയിരിക്കാം എൻ്റെ ഇമാജിനേഷൻ. അവർ പറഞ്ഞു കാണും, ഈ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാഞ്ഞപ്പം നന്നായി മീൻ പിടിച്ചുകൊണ്ടിരുന്ന മിടുക്കന്മാരായിരുന്നവർ യേശു എന്നൊരുത്തൻ്റെ പുറകെ പോയപ്പം ഇപ്പോൾ വലയിടാനും മറന്നുപോയി, മീൻ പിടിക്കാനും മറന്നുപോയി. സാമുദായിക കെട്ടുപാടിനൊക്കെ നമ്മൾ ഇറങ്ങിയപ്പോഴേ നിന്റെ മക്കൾ അലിഞ്ഞു കിടക്കുമെന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. വിശ്വാസത്തിന് വേണ്ടി സ്റ്റെപ്പ് എടുത്തപ്പോൾ നമ്മെ പരിഹസിച്ചവരുണ്ട്. അതുപോലെയുള്ള പത്രോസിനെ അന്ത്രയോസിനെ കണ്ടിട്ട് വല കഴുകി ഒന്നുമില്ലാതെ പോകാൻ തുടങ്ങിയപ്പോൾ യേശുവിൻ്റെ പിന്നാലെ പോയത് കൊണ്ടാണ് അന്നേ ഞങ്ങൾ പറഞ്ഞാണെന്ന് പരിഹസിച്ചവരുണ്ട്. സ്നേഹിതരെ, ആ കഥ അവിടെ കൊണ്ട് തീർന്നിരുന്നെങ്കിൽ പത്രോസിനും ശിഷ്യന്മാർക്കും തലപൊക്കി നടക്കുവാൻ കഴിയുകയില്ലായിരുന്നു. എന്നാൽ ഓർക്കുക, കടൽക്കരയിൽ ഒരുവൻ നിന്നെ കാണുന്നു, കടൽക്കരയിൽ ഒരുവൻ നിൽക്കുന്നു. നിന്നെ അനാഥനായവൻ വിടുകയില്ല, നിന്നെ അവൻ ലജ്ജിപ്പിക്കുകയില്ല, നീ നശിച്ചു പോകയില്ല, നിന്റെ പടക് എംറ്റിയായി പോകയില്ല. ആ കടൽക്കരയിൽ നിന്ന് നിന്നെ കാണുന്നൊരു യേശുവുണ്ട്. ഇന്ന് രാവിലെ എത്ര പേർക്ക് സന്തോഷമുണ്ട്, എന്റെ തകർച്ചയിലും എന്നെ കാണുന്നൊരു യേശുവുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മറ്റുള്ള ആക്ഷേപിക്കുമ്പോഴും കളിയാക്കുമ്പോഴും നിന്നെ കാണുന്നൊരു യേശുവുണ്ട്. ആക്ഷേപത്തെ തുടരുവാൻ അവൻ അനുവദിക്കുകയില്ല, നിന്നെ ഉയർത്തുവാൻ പോകുകയാണ്. ഈ രാവിലെ വിശ്വാസമുണ്ടോ? എൻ്റെ തകർച്ചയിൽ നിന്നും എൻ്റെ കർത്താവിനെ ഉയർത്തുവാൻ പോകുകയാണ്. ഈ ആരാധനയിൽ ആ വിട് നടക്കുവാൻ പോകുകയാണ്. പടകിൽ ഒന്നുമില്ലെങ്കിലും വലയിൽ ഒന്നുമില്ലെങ്കിലും നിന്റെ വാക്കിന് ഞങ്ങൾ വലയിൽ ഇറക്കാമെന്ന് പറഞ്ഞ് വലതുവശത്തേക്ക് വീശിയപ്പോൾ 153 പെരുത്ത മീൻ കൂട്ടം. ഇപ്പം ഈ കൂട്ടുകാരെയൊക്കെ നോക്കി അവർ പറഞ്ഞു കാണും, എടാവേ, ഇവന്മാർ പോയപ്പോഴും കടക്കര ഇവിടുന്ന് ദൂരെ നിൽക്കുന്നു, ഇവരെ കാണുന്നൊരു യേശുണ്ട്. സഹോദര സഹോദരി, നിൻ്റെ തകർച്ചയിലും നിൻ്റെ വേദനയിലും പടകിലൊന്നുമില്ലാതിരിക്കുമ്പോഴും ബാങ്കിൽ പണമില്ലാതിരിക്കുമ്പോൾ പരിഹസിക്കും ചിരിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് അപ്പുറം വേറൊരാൾ നിൽപ്പുണ്ട്, നിന്നെ കാണുന്നൊരു യേശുവുണ്ട്. നിരാ വിശ്വാസത്തിന് കണ്ണുകൾ കൊണ്ട് നിന്നെ കാണുന്ന യേശുവിൽ നിന്ന് കാണാം. നീ പരിഹാസത്തിൽ കൂടെ പോകുമ്പോഴും ആക്ഷേപത്തിൽ കൂടെ പോകുമ്പോഴും തകർച്ചയിലൂടെ പോകുമ്പോഴും കൂടെയുള്ളവർ പരിഹസിക്കുമ്പോഴും നിന്നെ ആക്ഷേപിക്കുമ്പോഴും അതിനപ്പുറത്തൊരാൾ നിൽപ്പുണ്ട്. നിന്റെ തകർച്ചയിൽ, നിന്റെ വേദനയിൽ, നിന്റെ ഭാരത്തിൽ, നിന്റെ രോഗത്തിൽ നിന്നെ അവൻ തനിച്ചു വിടുകയില്ല. ഈ രാവിലെ ഓർക്കുക, എൻ്റെ യേശു എന്നെ കാണുന്നു. യേശു അവിടെ നിന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു വലതേക്ക് വീശാൻ. ഇപ്പോൾ പടക് ഈ വല കീറാൻ പോവുക. The net was almost broke. They cannot drag the fish because of the multitude of the large fish they caught. വല വലിക്കാൻ പോലും ഒക്കാതെ വണ്ണം പെരുത്തം വേണം. ഇപ്പം മറ്റൊരു പറഞ്ഞു, എടവ് ഈ പണിയാണ് നല്ലത്. നമ്മുടെ പുറകെ നമ്മളെ ലജ്ജിപ്പിക്കും, നമ്മുടെ അവരുടെ പക്ഷം ചേരത്തില്ല, അവർ നമ്മുടെ കൂടെ ചേരാൻ പോവാം. ഇന്ന് രാവിലെ ഓർക്കുക, ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. താൽക്കാലിക വേദനയും താൽക്കാലിക രോഗവും താൽക്കാലിക നഷ്ടമൊക്കെ വരുമ്പോഴും കർത്താവ് നമ്മെ കാണുന്നുണ്ട്. അകന്നു പോകുമ്പോൾ നമ്മെ കാണുന്നൊരു യേശുവുണ്ട്. നമ്മുടെ തകർച്ചയും നമ്മുടെ വേദനയും ഇന്ന് രാവിലെ സന്തോഷം എത്ര പേർക്കുണ്ട്. എന്നെ അറിയുന്നൊരു യേശുവുണ്ട്. ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലാണ്. ഞാൻ ഒറ്റയ്ക്കല്ല. ഈ ഗലീല കടൽ ഞാൻ നഷ്ടത്തിലാണെങ്കിലും കരയിൽ എൻ്റെ യേശു എന്നെ കാണുന്നുണ്ട്. രാത്രി മുഴുവൻ അധ്വാനിച്ചെങ്കിലും ഒരു പ്രഭാതം വന്ന് ഇന്ന് രാവിലെ രാത്രിയുടെ യാമങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ജീവിതമേ, പേടിക്കേണ്ട. ഈ ആരാധന തീരുന്നതിന് മുമ്പേ ഓർക്കുക, ഒരു അഷ്വറൻസ് നമുക്കുണ്ടാകട്ടെ, ഒരു വിശ്വാസം നമുക്കുണ്ടാകട്ടെ. എൻ്റെ തകർച്ചയിൽ എൻ്റെ യേശു എന്നെ കാണുന്നു.
എൻ്റെ വേദനയിൽ എൻ്റെ യേശു എന്നെ കാണുന്നു. എൻ്റെ വള്ളം എംറ്റി ആയിരിക്കുമ്പോഴും, എൻ്റെ ബോട്ടിൽ ഒന്നുമില്ലെങ്കിലും, എൻ്റെ നെറ്റ് വീണ്ടും വീണ്ടും എറിഞ്ഞ് വലിക്കുമ്പോഴും ഒന്നും കിട്ടുന്നില്ലെങ്കിലും എൻ്റെ അത്ഭുതം എൻ്റെ സമീപയുണ്ട്. എൻ്റെ കർത്താവ് പറയുമ്പോൾ ആ മത്സ്യം ഓടി വരും. എൻ്റെ വിടുതൽ എൻ്റെ സമീപയുണ്ട്. എൻ്റെ രോഗസൗഖ്യം എൻ്റെ സമീപയുണ്ട്. ഇന്ന് രാവിലെ അഹങ്കാരങ്ങളും നമ്മുടെ ഈഗോയൊക്കെ ഒന്ന് മാറ്റി യേശുവിനോട് പറയാം, യെസ് ലോർഡ്, യെസ് ലോർഡ്, യെസ് ലോർഡ്, I will obey you Lord. കർത്താവേ, നിന്റെ വാക്കിൽ ഞങ്ങൾ വരയിറക്കാം. ആ കർത്താവ് നമ്മെ കാണും. ഞാൻ പ്രസംഗം ഇവിടെ നിർത്താൻ പോവുകയാണ്. I respect the time. യേശു നമ്മോട് ചോദിക്കുന്നു, നമ്മുടെ ഈഗോയൊക്കെ മാറ്റി കർത്താവിനോട് നമുക്കൊന്ന് പറയാം, ഇല്ല കർത്താവേ, കൂട്ടുകാർ നിന്ദിക്കുന്നു, മറ്റുള്ള ആക്ഷേപിക്കുന്നു, എൻ്റെ കയ്യിൽ ഒന്നുമില്ല കർത്താവ്. ഐ എം ബ്രോക്ക്. എൻ്റെ അഹങ്കാരങ്ങളൊക്കെ ഒന്ന് മാറ്റി നാഥ, ഞാൻ അവിടുത്തെ വാക്ക് കേൾക്കാം. അത്ഭുതം, ഈ മീൻ വേറെ ഒന്നൊന്നും ഓടി വന്നൊന്നുമല്ല. കർത്താവിൻ്റെ വാക്ക് കേട്ടപ്പോൾ പടകിൻ്റെ വലത്തുവശത്ത് നമ്മുടെ അത്ഭുതം നമ്മുടെ കൈയെത്തുന്ന ദൂരത്താണ്. ഹാഗാർ കുഞ്ഞുമായി മരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം ഉറവ തുറന്നല്ല, ദൈവയുടെ കണ്ണാ തുറന്നത്. നമ്മുടെ ഉറവ പൊട്ടി ഒഴുകുന്നു. വിടുതൽ സമീപയുണ്ട്. ഏത് പ്രശ്നത്തിൽ കൂടി ഇന്ന് രാവിലെ കടന്നു പോയാലും അതിൻ്റെ ഉത്തരം നമ്മുടെ സമീപയുണ്ട്. നമ്മുടെ ഉറവ നമ്മുടെ സമീപയുണ്ട്. നമ്മുടെ വിടുതൽ നമ്മുടെ സമീപമുണ്ട്. ഈ ബഥേൽ ഏജി ആരാധനയിൽ ശക്തനായി ദൈവയുടെ കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ പ്രശ്നം ഏതായാലും അതിൻ്റെ ഉറവ എവിടെയുണ്ട്. ഇന്ന് രാവിലെ എത്ര പേർക്ക് വിശ്വാസമുണ്ട്, എൻ്റെ വിടുതൽ ആരാധനയുണ്ട്, എൻ്റെ സമീപം എൻ്റെ കർത്താവുണ്ട്. മരുഭൂമി ആയാലും ഉറവ തുറന്നിട്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ എൻ്റെ വിടുതൽ ആരാധനയുണ്ട്. എന്നാൽ ഈ രാവിലെ ആര് കർത്താവിനോട് പറയും, യെസ് ലോർഡ്, യെസ് ലോർഡ്, യെസ് ലോർഡ്, ലെറ്റ് മീ കാസ്റ്റ് ദ നെറ്റ് ബൈ യുവർ വേർഡ്. അവിടുത്തെ വാക്കിനാൽ ഞാൻ വല ഇറക്കട്ടെ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ മീൻകൂട്ടം കടന്നു വരുവാൻ ഇടിയായെങ്കിൽ ആ യേശു ഇവിടെയുണ്ട്. എല്ലാ കണ്ണുകളും അടയട്ടെ. എവറി ഐ ക്ലോസ്. നിങ്ങളുടെ പ്രശ്നം എനിക്കറിയില്ല. Pastor Sunil, Pastor Varghese, they don't know your problem. But know this. നിന്നെയും എന്നെയും അറിയുന്ന യേശു ഇവിടെയുണ്ട്. നിന്റെ തകർച്ച അറിയുന്ന കർത്താവ് ഇവിടെയുണ്ട്. എൻ്റെ വേദനയെ അറിയുന്ന യേശു ഇവിടെയുണ്ട്. ഈ ആരാധനയിൽ സ്റ്റെപ്പ് വെച്ചപ്പോൾ വേദനയുമായി വന്നെങ്കിൽ വിശ്വസിക്കുന്നത് വ്യാപരിക്കുന്ന ദൈവശക്തി ഈ ആരാധനയെ വ്യാപരിക്കുമ്പോൾ വിടുതൽ ഇവിടെയുണ്ട്. വലതുവശത്ത് വിടുതലുണ്ട്. ഇന്ന് രാവിലെ ഏറ്റെടുക്കുക. ഹൃദയം കഠിനമാക്കാതെ പരിശുദ്ധാത്മാവിനെ ഈൽഡ് ചെയ്തുകൊണ്ട് ഇന്ന് രാവിലെ യേശുവേ, ഞാൻ രോഗിയായി ഇവിടെ വന്നെങ്കിൽ ഇന്ന് രാവിലെ എൻ്റെ വിടുതൽ ഇവിടെയുണ്ട്. ഞാൻ ഏറ്റെടുക്കുന്ന കർത്താവേ. ഞാൻ ഫിനാൻഷ്യലായി ബ്രോക്കായി ഇവിടെ വന്നെങ്കിൽ എൻ്റെ വിടുതൽ ഇവിടെയുണ്ട് കർത്താവേ. ആര് വിശ്വസിക്കും? സാം ജോർജിൻ്റെ വാക്കാരും കേൾക്കണ്ട. യേശുവിൻ്റെ വാക്കുകൾ ശക്തിയായി ഇവിടെ വ്യാപരിക്കുമ്പോൾ യെസ് ലോർഡ്, ഞാൻ അങ്ങേ അനുസരിക്കുമെന്ന് പറയുമെങ്കിൽ വിടുതൽ ഇന്ന് രാവിലെ ഇവിടെ ഉണ്ട്. കർത്താവ് എന്തെങ്കിലും മറ്റു ഭാഗങ്ങൾ പിന്നാലെ നമുക്ക് ധ്യാനിക്കാം. ഞാനിവിടെ നിർത്തട്ടെ. നീ രോഗിയാണോ? ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. നീ ഏകനാണോ? ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. അപ്പനും അമ്മയില്ലാത്ത ഓർഫനായി ഞാൻ നിന്നെ വിടുകയില്ല. നീ കൺഫ്യൂസ്ഡ് ആണോ? നിന്നെ കാണുന്ന യേശു ഇവിടെയുണ്ട്. നീ ക്ഷീണിതനാണോ? എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം സകലത്തിലും ഞാൻ മതിയായിരിക്കുന്നു. ദൈവമോ ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണ ധനത്തോടെ തീർത്തു തരുന്ന ദൈവം. എന്ന് രാവിലെ പ്രശ്നം ഏതായാലും ആ കണ്ണുകൾ അടഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ പ്രശ്നത്തെ നമുക്ക് ഫോക്കസ് ചെയ്യാം. കണ്ണുകൾ ഉയരങ്ങളിലേക്ക് പോകട്ടെ. യേശു ചോദിക്കുന്നു, നിന്റെ കയ്യിൽ എന്തുണ്ട്? പത്രോസെ കൂട്ടുവാൻ എന്തുണ്ട്? അന്ത്രയോസെ കൂട്ടുവാൻ എന്തുണ്ട്? ഉണ്ടെന്ന് പറയില്ലെന്ന് നമുക്ക് കർത്താവിനോട് പറയാം. എൻ്റെ അവസ്ഥയിൽ എന്നെ ആക്ഷേപിക്കുന്ന കർത്താവേ, എന്നെ നിന്ദിക്കുന്ന യേശുവേ, അവിടെ മുമ്പ് എന്നെ ഉയർത്തണമേ. ദാവീദ് ഇങ്ങനെ പാടുന്നു, നീയോ ദൈവമേ എൻ്റെ പരിചയം,
എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്ന ദൈവം ഇന്ന് അവൻ നമ്മുടെ തല ഉയർത്തുവാൻ പോകുകയാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ആ ഹൃദയങ്ങൾ തുറക്കട്ടെ, കരങ്ങൾ അടിച്ചുകൊണ്ട് നമ്മുടെ വായെ ശക്തിയിൽ ദൈവത്തിന്റെ മഹത്വം കൊടുക്കാം. ആ വിടുതൽ ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ദൈവശക്തി ഈ ആരാധന വ്യാപരിക്കുന്നുണ്ട്. വിടുതൽ ഏറ്റെടുക്കും. ശക്തിയോട് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ശക്തിയോട് ദൈവത്തെ ആരാധിക്കാം. വിടുതൽ എവിടെ വ്യാപരിക്കുമ്പോൾ, ഏത് പ്രശ്നമായാലും യേശുവിന്റെ വാക്ക് കേൾക്കുമ്പോൾ അത്ഭുതം സമീപയുണ്ട്, വിടുതൽ സമീപയുണ്ട്. ശക്തിയോടെ ആ വിടുതലിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ യേശുവിനെ മരിച്ച ഇന്ന് ഉയർപ്പിച്ച പുനരുത്ഥാനത്തിന്റെ ശക്തി, ജീവൻ പകരുന്ന ശക്തി, പ്രശ്നങ്ങളെ മാറ്റുന്ന ശക്തി, ചോദ്യങ്ങളെ ഉത്തരമാക്കുന്ന ദൈവശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. വിടുതൽ ലഭിക്കുന്നവരെ ദൈവത്തെ ആരാധിക്കാം, ദൈവത്തിന് മഹത്വം കൊടുക്കാം.